വാർത്തകൾ വിശദമായി. കോർപ്പറേഷന്റെ വൈദ്യുതി വിഭാഗത്തിൽ നിന്നും കോടികൾ വിലമതിക്കുന്ന 11.5 ടൺ ചെമ്പുകമ്പി കാണാതായ സംഭവം ക്രൈംബ്രാഞ്ചിന് വിടാൻ കൌൺസിൽ തീരുമാനം. പറവട്ടാണിയിലെ സ്റ്റോറിൽ നടത്തിയ വാർഷിക പരിശോധനയിലാണ് സ്റ്റോക്ക് രേഖകളിലെ കുറവ് പുറത്തുവന്നത്. സംഭവത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കം 6 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 10 വർഷമായി അന്വേഷണം ഇഴയുകയായിരുന്നു. ആർക്കും എതിരഭിപ്രായമില്ലാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുന്നതെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അറിയിച്ചു. മുൻ ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് മോഷണം നടന്നതെന്ന് ഡെപ്യൂട്ടി മേയർ എ പ്രസാദും UDF BJP കൌൺസിലർമാരും ആരോപിച്ചു. പോലീസ് അന്വേഷണം ഭരണസമിതി തടസ്സപ്പെടുത്തുകയായിരുന്നു. സെക്യൂരിറ്റിയും ഉദ്യോഗസ്ഥരും അറിയാതെ ലോറികളിൽ മാത്രമേ ഇത്രയും വലിയ മോഷണം നടത്താനാകൂ. കള്ളൻ കപ്പലിൽ തന്നെയാണെന്നും BJP ആരോപിച്ചു. രേഖകൾ കാണാതായതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ആവശ്യമുയർന്നു. തങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് TR ഹിരൺ മറുപടി നൽകി. മോഷണം പുറത്തുവന്നപ്പോൾ തന്നെ പോലീസിൽ അറിയിച്ചതും നടപടിയെടുത്തതും LDF ആണ്. CBI അന്വേഷണം വന്നാലും സ്വാഗതം ചെയ്യുമെന്നും അഴിമതിക്കാരെ തുറങ്കിലടക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം ഇനി നിങ്ങളുടെ സ്വന്തം സീമാസിൽ. തൃശൂർ, അങ്കമാലി ഷോറൂമുകൾ ഇന്ന് തന്നെ സന്ദർശിക്കൂ.